ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുട്ടികൾക്കുള്ള ബാലപാഠങ്ങൾ ഒരു ക്ലാസ്സായിട്ട് എടുത്ത് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. വലിയവർക്കും ഉപകാരമാവും എന്നുള്ള വിശ്വാസത്തോടു കൂടെ നമ്മളിത് ചെയ്യാണ്. सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्युषावहै। ॐ शान्ति शान्ति शान्तिः। शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം. കുട്ടികൾക്ക് വെക്കേഷൻ ക്ലാസ് തുടങ്ങി, ഗീതാ ക്ലാസ്. അപ്പം ഞാൻ എനിക്കറിയുന്ന രീതിയിൽ, വലിയ പണ്ഡിതൻ്റെ ലെവലിലൊന്നല്ല ക്ലാസ്, ചെറിയ കുഞ്ഞു മക്കൾക്ക് മനസ്സിലാവാൻ പോകുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്. വോയിസ് റെക്കോർഡാക്കി ഇട്ട് തരാൻ പറഞ്ഞപ്പോൾ തോന്നി, ശരി ഇങ്ങനെ ആക്കിക്കളയാം എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബിൽ ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ വീട്ടിൽ എല്ലാവരും കൂടെ ഇരുന്ന് നമഃശിവായ ചൊല്ലും സന്ധ്യയ്ക്ക്. അപ്പോൾ അതേപോലെ മലയാള മാസങ്ങൾ, 27 നക്ഷത്രങ്ങൾ, ഇതൊക്കെ ജപിക്കും. പിന്നെ ജനുവരി ഫെബ്രുവരി ഇംഗ്ലീഷ് മാസങ്ങൾ ചൊല്ലും. അത് കഴിഞ്ഞ് ഗുണഘോഷ്ടം, അത് പറഞ്ഞാൽ പോലെ ഒന്നും കുട്ടികൾക്ക് അറിയണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ചൊല്ലിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ, അതൊക്കെ ടേബിൾസ് കുട്ടികളതാ പറയുക, അതൊക്കെ ചൊല്ലിക്കും. എന്നിട്ടാണ് നമുക്ക് ഭക്ഷണം തരുള്ളൂ. അപ്പോൾ നമ്മൾ ഭക്തി കൊണ്ടൊന്നല്ല, നമുക്ക് വിശപ്പിന് ഭക്ഷണം കിട്ടണം, അല്ലെങ്കിൽ ചോറ് തരില്ല എന്ന് പറയും രാത്രി. അന്ന് ഇങ്ങനെ ഇന്നത്തെ പോലെ പലഹാരം ഒന്നല്ല കഴിക്കുക രാത്രി. ഇന്നാണ് അപ്പോൾ ചപ്പാത്തി അല്ലെങ്കിൽ അല്ലേ കോറ ഗോതമ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിന്നാൻ തുടങ്ങിയത്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ചോറ് തന്നെയാണ്, ഉച്ചയ്ക്കും രാത്രിയൊക്കെ ചോറാണ്. അത് നല്ല അധ്വാനം ഉണ്ട്. 5 കിലോമീറ്റർ നടന്ന് സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അത് ദഹിക്കാനുള്ള എല്ലിന് ബലം വയ്ക്കും. ഓടി ഓടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് വെള്ളിനേഴി സ്കൂളിൽ പോയി പഠിച്ച് വരണം, ക്ലാസ്സിന് അവിടെ എത്തണം. അപ്പോൾ വീട്ടിൽ നിന്ന് ചെത്തല്ലൂരിൽ നിന്ന് വെള്ളിനേഴിക്ക് നടക്കാൻ കുറേ ദൂരമുണ്ട്. അത്രയും ദൂരം തിരിച്ചും നടക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചോറുണ്ടാകുന്നൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല അധ്വാനമാണ്. എല്ലാ കാര്യങ്ങളും ഓടിച്ചാടി നടന്ന് ചെയ്യാനുള്ള ശരീരപുഷ്ടിയുണ്ട്, ഇന്നത്തെ കുട്ടികളുടെ പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് രാത്രി ചോറ് കിട്ടിയേ തീരും, അല്ലെങ്കിൽ ഉറക്കം വരില്ല. അപ്പോൾ ആ ഭക്തി കൊണ്ടൊന്നല്ല, അമ്മയുടെ ഈ ഒരു താക്കീത് പേടിച്ചിട്ട് ചെയ്യുന്നതായിരുന്നു അന്നൊക്കെ. അപ്പം ഇന്നുള്ള മക്കൾക്ക് വീട്ടിൽ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ ആരും പറഞ്ഞു കൊടുക്കാനൊന്നും ഇല്ല. ആരെയും കുറ്റം പറയല്ല, ഒക്കെ ന്യൂക്ലിയർ കുടുംബമായപ്പോൾ അന്ന് വേറെ ചില സുഖങ്ങളായിരുന്നു, ഇന്ന് വേറെ ചില സുഖങ്ങളാണ് അല്ലെങ്കിൽ ദുഃഖങ്ങളാണ്. ഇത് വലിയ മാറ്റമൊന്നുമില്ല. പണ്ട് സുഖമായിരുന്നു എന്ന് പറയാനൊന്നുമില്ല. പണ്ട് പൈസയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മക്കൾക്ക് അതെല്ലാം വിരൽത്തുമ്പിലുണ്ട്. എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്ന അച്ഛനും അമ്മമാരും അല്ലേ. അംഗസംഖ്യയൊക്കെ കുടുംബത്തിലെ എണ്ണം കുറഞ്ഞപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിപ്പിച്ച് കൊടുക്കാനുള്ള അച്ഛനും അമ്മയും. പണ്ട് അംഗസംഖ്യ കൂടുതലായിരുന്നപ്പോൾ സ്നേഹം ഉണ്ടായിരുന്നു എന്ന് പറയും. അതും സംശയമാണെന്ന് തോന്നും. എന്താ വെച്ചാൽ പണ്ടത്തെയൊക്കെ നമ്മൾ ഓരോ തറവാടുകളിലൊക്കെ കേട്ടിട്ടുണ്ട് ഭാഗത്തർക്കങ്ങളും സ്വാർത്ഥതയും. പിന്നെ അന്ന് സ്ത്രീകൾക്ക് വയസ്സൊന്നുമില്ല, പറയാൻ നിവൃത്തിയില്ല, ജോലിയൊന്നുമില്ല, ശമ്പളമില്ല, വരുമാനമില്ല, അപ്പോൾ ഒന്നും മിണ്ടാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിയാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു തരം അടിച്ചമർത്തലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സർവ്വസ്വതന്ത്രമായിട്ടൊക്കെ ജീവിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്നിപ്പോൾ സർവ്വസ്വതന്ത്രമായിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അന്നായിരുന്നു നല്ലതെന്നൊന്നും പറയണതിനോട് എനിക്ക് വലിയ അഭിപ്രായമില്ല. അന്നും നല്ലതായിരുന്നു, ഇന്നും നല്ലതാണ്. അല്ലെങ്കിൽ അന്നും ചീത്തതായിരുന്നു, ഇന്നും ചീത്തതാണ് പറഞ്ഞാൽ ചില കുറവുകളൊക്കെ ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. പോരായ്മകളൊക്കെ ചില കൂടുതലൊക്കെ ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. അല്ലാതെ വലിയ മാറ്റമൊന്നുമില്ല. ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ലോകത്തിലെ ജീവിതം എന്നും എന്തെങ്കിലുമൊക്കെ സുഖങ്ങളും ദുഃഖങ്ങളും കൂടെ നിത്യം നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ കർമ്മത്തിനനുസരിച്ച് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതുവരെ ജീവിച്ചിടത്തോളം. അപ്പോൾ എന്തായാലും നമുക്ക്
കുട്ടികൾക്ക് നമഃശിവായ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്തിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഗീതാ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്ത് തരുമോ എന്ന് പറഞ്ഞപ്പോൾ, എന്താ വെച്ചാൽ പല കുട്ടികളും വെക്കേഷനിൽ അവിടെ ഇവിടെയൊക്കെ അമ്മ വീട്ടിലോ അച്ഛൻ വീട്ടിലോ ഒക്കെ പോകും താമസിക്കാനായിട്ട്. ഇപ്പോഴല്ലേ അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലിട്ട് തരുമോ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ അതിങ്ങനെ യൂട്യൂബിൽ തന്നെ ഇടാം. വേണ്ടവർക്കായി, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഉപകാരം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. താല്പര്യമുള്ളവർ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ സന്ധ്യാനാമം, സന്ധ്യയ്ക്ക് ജപിക്കുന്ന നാമങ്ങളെ ജപിക്കാം. അപ്പോൾ ഓം നമ ശിവായ, ഓം നമോ നാരായണായ നമ, അച്യുതായ നമ, അനന്തായ നമ, അമൃതായ നമ, ഗോവിന്ദായ നമ, ഗോപാലായ നമ, ശ്രീമാധവായ നമ, ശ്രീകൃഷ്ണായ നമ, വിഷ്ണവേ ഹരി. ഇത് പറയും. എങ്ങനെ 3 പ്രാവശ്യം ചൊല്ലും ഈ നാമങ്ങൾ സന്ധ്യയ്ക്ക്. അപ്പോൾ ഈ വിഷ്ണവേ ഹരി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്നുവെച്ചാൽ ഒരു പ്രാവശ്യം ചൊല്ലി കഴിഞ്ഞു, ഇനി എത്ര ഉണ്ട്, 2 പ്രാവശ്യം കൂടെ അല്ലേ ചൊല്ലണ്ടു. ഇതൊക്കെയാണ് അന്നത്തെ ചിന്തകൾ. പക്ഷെ പിന്നീട് കൂടുതൽ മനസ്സിലായി ഇതൊക്കെ ചൊല്ലുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മളിങ്ങനെ സന്തോഷമായിട്ട് ഐശ്വര്യത്തോടൊക്കെ ഇരിക്കുന്നത് അന്നത്തെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ശിക്ഷണം കൊണ്ടാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അമ്മയും അച്ഛനെയും ഓർക്കാറുണ്ട്. നിത്യം എത്ര പ്രാവശ്യം വരുമല്ലേ നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള. അവരെ വന്ദിക്കുക, അവരെ നമസ്കരിക്കുക, വീട്ടിൽ പ്രായമുള്ളവരെയൊക്കെ നമസ്കരിക്കുക ഒക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ വീട്ടിലുള്ള പ്രായമായവരെയൊക്കെ ഇഷ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്ന പോലെ വൃദ്ധസദനങ്ങൾ നമ്മളെന്നും കൊണ്ടേ തള്ളില്ല. അവർ വൃദ്ധസദനങ്ങളിലൊന്നും കൊണ്ടേ തള്ളില്ല. സ്നേഹിച്ച് വളർത്തിയ മക്കൾ നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, അല്ലേ? സ്നേഹിച്ച് ശിക്ഷിച്ച് അവർക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്ത് വളർത്തിയ മക്കൾ നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അത് പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്, അല്ലേ? അപ്പം ഇങ്ങനെ കാണാം ഇന്നത്തെ സമൂഹത്തിൽ വൃദ്ധസദനങ്ങൾ കൂടി വരുന്നു, ഹോസ്പിറ്റലുകൾ കൂടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ കുഞ്ഞുമക്കളുടെ ഒരു പരിലാളനം അവർക്കും കിട്ടുന്നില്ല. അവരുടെ ഒരു കൊഞ്ചലും കളിയൊന്നും മാതാപിതാക്കൾക്കും കിട്ടുന്നില്ല എന്നുള്ളൊരു സങ്കടമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ഉപകരിക്കുമാറാകട്ടെ ഈ ചിന്തകളും പ്രവൃത്തികളും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഉദ്യമത്തിന് ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഭാവി പ്രതീക്ഷിക്കാം. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, അല്ലേ? അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ലത് മാത്രമേ വരുള്ളൂ. അത് ഭഗവാൻ അതിൽ പങ്കൊന്നുമില്ല. നമ്മുടെ കർമ്മങ്ങളാണ് നമുക്ക് നല്ലതും ചീത്തയും തരുന്നത്. നമ്മുടെ കർമ്മത്തിൻ്റെ കൂലിയാണ് അത്. സാക്ഷീഭൂതനായിട്ട് അദ്ദേഹം ഇരുന്ന് നോക്കി തരുന്നു എന്ന് മാത്രം. നമ്മൾ ഭക്തി ഇങ്ങനെ പറയുമ്പോൾ ഭക്തി മാർഗം എന്നേ പറയാൻ പറ്റുമോ, അല്ലേ? ഭക്തി യോഗം എന്ന് പറയാൻ പറ്റില്ല. ഭക്തി യോഗത്തിലേക്കുള്ള പോക്കാണ് അതൊക്കെ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനോടും ഭക്തിയോടുകൂടെ പെരുമാറാൻ സാധിക്കുള്ളൂ. അത് ഒരു ബിംബത്തിൽ മാത്രം ഇരിക്കുന്ന ഒരു ചൈതന്യമല്ല, അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു കൃഷ്ണനോ രാമനോ നബിയോ അള്ളാഹു അല്ല. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളും അതിൽ നിലനിൽക്കുന്നു, നമ്മളും അതുകൊണ്ട് ജീവനോടെ ഇരിക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബ്രോഡ് മൈൻഡായിട്ട് ചിന്തിക്കാനും എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. നമ്മൾ നമ്മുടെ കൂടെ എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം, അല്ലേ? കള്ളനെയും കൊള്ളക്കാരെയും വേശ്യയും കൊലപാതകയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്ന് പറയും ആചാര്യന്മാർ. ഒക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ്, പ്രാക്ടിക്കലാക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയും. പക്ഷെ ഇല്ല, നമുക്കതിനൊക്കെ സാധിക്കും. നമ്മൾ അങ്ങനെ ഒരു മനസ്സ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതൊക്കെ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കില്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. അതുകൊണ്ടാണ് കുഞ്ഞു മക്കളോട് പറയുന്നത്, ഞാൻ അവരോട് രാവിലെ എണീച്ചതും അമ്മയും അച്ഛനെയും നമസ്കരിക്കാൻ പറഞ്ഞു കൊടുത്തു, നാമം ജപിക്കാൻ പറയാറുണ്ട്. ഏകാഗ്രത കിട്ടാനൊക്കെ ഇത് നല്ലതാണ്. അതേപോലെ തന്നെ ഒരു തുളസി തൈയെങ്കിലും അവരോട് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളോട്. ഒരു തുളസി തൈയെങ്കിലും വീട്ടിൽ വെച്ച് നനച്ച് പിടിപ്പിക്കുക, അവരുടെ വീട്ടിലൊരു ചെടി. അതേപോലെ തന്നെ അവർ മഴ പെയ്യുമ്പോൾ അവരോട് അവർക്കായിട്ടൊരു വൃക്ഷം നടാൻ സ്ഥലമുണ്ടെങ്കിൽ ഒരു തെങ്ങും തൈയോ അല്ലെങ്കിൽ ഒരു മാവോ ഒരു പ്ലാവോ ഒരു നെല്ലിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് അവരെ കൊണ്ട് അത് പരിപാലിക്കാൻ പറയുക. അപ്പോൾ അവർക്കൊരു സേവന മനോഭാവം വരും. അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക്. അതൊക്കെ ചെയ്യാമെന്ന് അവർ ഉറപ്പ് തന്നിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ പക്ഷി മൃഗാദികൾക്കൊക്കെ വെള്ളം വെച്ച് കൊടുക്കാൻ പറഞ്ഞു, വേനൽക്കാലത്ത് ഭക്ഷണം കൊടുക്കുക, അതൊക്കെ അവർ ചെയ്യാറുണ്ട്. നമ്മൾ രാവിലെ എണീച്ചാൽ കോലമിടുന്നതൊക്കെ എന്തിനാന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അവർക്ക്, അല്ലേ, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം കുട്ടികൾക്ക്. എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കി അറിഞ്ഞ് സന്തോഷമായിട്ട് ചെയ്യുക. അതിൻ്റെ യുക്തിസഹിതമായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്നൊക്കെ സയൻറ്റിഫിക്കലി എല്ലാം തെളിയിച്ചാലാണ് എല്ലാവരും വിശ്വസിക്കൂ.
അപ്പോൾ അതിൻ്റെ യുക്തി എന്താണെന്ന് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ചെയ്യിപ്പിക്കുക കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ കായികമായിട്ടുള്ള നമ്മുടെ അവിടെ നമ്മൾ ഗീതാ ക്ലാസ് എടുക്കുന്ന അമ്പലക്കുളമുണ്ട്. അതിൽ ധാരാളം മക്കൾ നീന്തൽ പഠിക്കുന്നുണ്ട്. കുട്ടികൾ, ഞാൻ ക്ലാസ് എടുക്കുന്ന കുട്ടികളൊക്കെ നീന്തൽ പഠിക്കുന്നവരാണ്. അപ്പോൾ ഏറ്റവും നല്ല എക്സസൈസാണ് നീന്തൽ എന്ന് പറയും. ഞങ്ങളൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പുഴയിലും കുളത്തിലൊക്കെ നീന്തി കളിച്ച് വളർന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയാം. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. ഇന്ന് നമുക്ക് അതിനൊന്നും നിവൃത്തിയില്ലാത്ത ഒരു കാലത്ത് ഇന്നിങ്ങനെയുള്ള ഒരു സൗഭാഗ്യം കിട്ടുക പറയുമ്പോൾ ഇന്നത്തെ മക്കളുടെ ഒരു സൗഭാഗ്യമാണ്. അവർ 10 പൈസ കൊടുക്കാതെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. സേവനം ഇവരെ പഠിപ്പിക്കുന്ന ആൾക്കാർ പഠിപ്പിക്കുന്നത്. ജാതി മതം ഒന്നും നോക്കാതെ അവർ പഠിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഓരോ ക്ലബ്ബിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചാർജൊക്കെ കൊടുത്ത് പഠിക്കണമെങ്കിൽ ഒരുപാടാണ്. അപ്പോൾ നമ്മൾ ഈ പൈസ ഒന്നും കൊടുത്ത് എവിടെയും നമ്മൾ പഠിക്കേണ്ട കാര്യം, ലീവ് കാര്യങ്ങളൊന്നും, എക്സസൈസ് ആയാലും ഒക്കെ നടക്കുന്ന കൂട്ടത്തിൽ കഴിഞ്ഞിരുന്നു പണ്ടത്തെ കാലത്ത് അല്ലേ. രാവിലെ അമ്മമ്മമാരെ എണീച്ച് പുഴയിൽ പോയി, എൻ്റെ അമ്മമ്മയൊക്കെ അമ്മമ്മയും അമ്മച്ചനും കൂടെയാണ് അത്ര പുഴയിൽ പോയിട്ട്, ഞാൻ കണ്ടിട്ടില്ല അവരെ പോയി കുളിക്കുക. രാവിലെ പ്രഭാത 4-4:30 അവർ പോയി കുളിക്കും. കുളിച്ച് അത്രയും ദൂരം നടന്ന് തിരിച്ച് രാമദേവരുടെ ക്ഷേത്രത്തിൽ തൊഴുത് തിരിച്ചു വരും. ഒരു ലോട്ടയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഗംഗാജലമെന്ന് സങ്കല്പിച്ചുകൊണ്ട്. അപ്പോൾ അവരുടെ നടത്തവും ഈറനെടുത്ത് കൊണ്ടുള്ള എക്സസൈസും ഒക്കെ കഴിയും. കൊളസ്ട്രോളും കുറയും. കാലിൽ ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ പ്രഷറൊക്കെ എർത്തായി പോവും. ഈറൻ കെട്ടുമ്പോൾ ഇന്ന് പ്രകൃതി ചികിത്സക്കാർ നമ്മളോട് ഈറൻ തുണി വയറ്റിൽ ചുറ്റാൻ പറയും 20 മിനിറ്റ്. എന്താ കാരണം? കൊളസ്ട്രോൾ കൊഴുപ്പൊക്കെ ഇല്ലാതെ. അപ്പോൾ അവരുടെ ആ ഒരു നല്ല 1.5 മുറുക്കി ഉടുത്ത് അങ്ങോട്ട് നടക്കുമ്പോൾ രാവിലെ കുളിച്ച് ഈറനെടുത്ത് അമ്പലത്തിൽ പോയി തൊഴുത് തീർത്ഥം സേവിച്ച് പ്രസാദം സേവിച്ച് വീട്ടിലേക്ക് ആലിനെയൊക്കെ പ്രദക്ഷിണമൊക്കെ വെച്ച് വീട്ടിലേക്ക് വന്ന് തുളസിയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും ആ സിമ്പിളായിട്ട് നടന്നു കഴിഞ്ഞു, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോൾ. എന്നാൽ നമ്മൾക്ക് ഇതൊന്നും സാധിക്കാത്തത് എന്തുകൊണ്ടാച്ചാൽ പ്രകൃതിയോട് നമ്മൾ വിട്ടു ജീവിക്കാൻ തുടങ്ങി. അന്ന് തൊട്ടാണ് നമുക്ക് അസുഖങ്ങളൊക്കെ വന്നത്. ശ്രീമദ് ഭാഗവതത്തിലും ശ്രീമദ് നാരായണീയത്തിലൊക്കെ വിരാട് സ്വരൂപ വർണ്ണനുണ്ട്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ ഒരു വ്യക്തി ജീവിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് കുഞ്ഞു മക്കൾ ഇതൊക്കെ മനസ്സിലാക്കുക. നമ്മളൊരു നല്ല മനുഷ്യനായി നന്നായി ജീവിക്കാനാണ് പഠിക്കേണ്ടത് എന്നൊക്കെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പം ഞാനും ഒരു അച്ചമ്മയാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഈ ലോകത്തെ മക്കൾക്ക് ഇങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സൊക്കെ തുടങ്ങിയത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തത്. അത് കൂട്ടത്തിൽ ഈ ലോകത്തിലെ എല്ലാ മക്കൾക്കും ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ യൂട്യൂബിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമശിവായ ചൊല്ലി കഴിഞ്ഞു. ഇനി എന്താ ചൊല്ലി അടുത്തത്? അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്ര, ചോതി, വിശാഖം, അനീഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരോരുട്ടാതി, ഉത്രട്ടാതി, രേവതി. നാളെ 27 നക്ഷത്രങ്ങൾ. പിന്നെ മലയാള മാസങ്ങൾ: മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. രാശി 12. ഇങ്ങനെ 12 മലയാള മാസങ്ങൾ. അപ്പോൾ ഇത്രയും ചൊല്ലി കഴിഞ്ഞു. പിന്നീട് ഇനി നമുക്ക് ഭഗവത്ഗീതയുടെ ഗീതാധ്യാനം ചൊല്ലാം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഭുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സഃ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതീ കൃപേണ വഹനി
കർണേന വേലാകുലാ അശ്വത്ഥാമവികർണഘോരമകരാ ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തക കേശവ പാരാശര്യവചഃ സരോജമമലം ഗീതാർത്ഥഗന്ധോൽക്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമലപ്രധ്വംസിന ശ്രേയസേ മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവേ വേദൈ സാംഗപദക്രമോപനിഷദേർ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതൽഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി ഗീതാ മാഹാത്മ്യമൊക്കെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചൊല്ലിയിടാം. ഇത് അവിടെ എടുത്തിട്ടില്ല കുട്ടികൾക്ക്, ഇപ്പം എടുത്ത ഭാഗം മാത്രമാണ് നമ്മൾ ചൊല്ലിയിടുന്നുള്ളൂ. ഇനി 12ാമത്തെ അധ്യായത്തിൽ 15 ശ്ലോകം വരെയാണ് എടുത്തത്. എന്നാലും 20 ശ്ലോകം വരെ നമുക്ക് മുഴുവനായിട്ട് ചൊല്ലിയിട്ട് ഇതിലിടാം. ഒരു ക്ലാസ് കൊണ്ട് ആ 5 ശ്ലോകം കൂടി എടുത്ത് തീരുമല്ലോ. അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് ചൊല്ലാം. ഓം ശ്രീ പരമാത്മനേ നമഃ. 12ാമത്തെ അധ്യായം ഭക്തിയോഗം. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസത്തെ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാഃ. ശ്രീഭഗവാൻ ഉവാച മയ്യാവേശ്യമനോ യേ മാം നിത്യയുക്താ ഉപാസത്തെ ശ്രദ്ധയാ പരയോപേതാ തേ മേ യുക്തതമാമതാഃ. യേ ത്വക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസത്തെ സർവത്ര ഗമചിന്യം ച കൂടസ്ഥമചലം ധ്രുവം സംനിയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രതാഃ. ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താ ഹി ഗതിർദുഃഖം ദേഹവദ്ഭിരവാപ്യത്തെ. യേ തു സർവാണി കർമാണി മയി സംന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസത്തെ തേഷാമഹം സമുദ്ധർത്താ മൃത്യുസംസാരസാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിതചേതസാം. മയ്യേവ മന ആധൽസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. അധ ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ധനഞ്ജയ. അഭ്യാസേപ്യസമർത്ഥോസി മത്കർമ്മ പരമോ ഭവ മദർത്ഥമഭി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. അധൈതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ സർവകർമ്മഫലത്യാഗം തതഃ കുരു യഥാത്മവാൻ. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യത്തെ. ധ്യാനാത് കർമ്മഫലത്യാഗാശ്ചാന്തിരനന്തരം. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രകരുണ ഏവ ച. നിർമ്മമോ നിരഹങ്കാര സമദുഃഖസുഖക്ഷമീ. സന്തുഷ്ടഃ സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ. മയ്യർപ്പിതമനോ ബുദ്ധിർ യോ മേ ഭക്തഃ സ മേ പ്രിയഃ. യസ്മാന്നോ ദ്വിജത്തെ ലോകോ നോ ദ്വിജത്തെ ച യഃ. ഹർഷാമർഷഭയോദ്വേഗൈ
മുക്തോ യസ്സ ച മേ പ്രിയഃ അനപേക്ഷശുചിർദക്ഷ ഉദാസീനോ ഗതവ്യതഃ സർവാരംഭപരിത്യാഗി യോ മദ്ഭക്തഃ സ മേ പ്രിയഃ യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭപരിത്യാഗി ഭക്തിമാൻ യഃ സ മേ പ്രിയഃ സമഃശത്രൗ ച മിത്രേ ച തഥാ മാനാപമാനയോഃ ശീതോഷ്ണസുഖദുഃഖേഷു സമഃസംഗവിവർജിതഃ തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതസ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഃ യേ തു ധർമ്മ്യാമൃതമിദം യഥോക്തം പര്യുപാസത്തെ ശ്രദ്ധാനാ മത്പരമാ ഭക്താസ്തേതീവ മേ പ്രിയാഃ. ഓം തത്സത്. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ ഭക്തിയോഗോ നാമ ദ്വാദശോऽധ്യായः. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.